മറ്റൊരു വാർത്ത എടുത്തുന്നത് ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. ആനയിറങ്കൽ റേഷൻ കട തകർത്തു. തൊഴിലാളി ലയത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, വീണ്ടും അരിക്കൊമ്പൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണോ? ഫിജി, ഇന്നലെ രാത്രിയാണ് ഈ ആനയിറങ്കൽ റേഷൻ കടയ്ക്ക് നേരെ അരിക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത്. ഇവിടെ സൂക്ഷിച്ചിരുന്ന ആന ഭക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമീപത്തുണ്ടായിരുന്ന 2 ലയങ്ങൾക്ക് നേരെയും അരിക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായി. ഇതിപ്പോൾ 3-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ ഈ അരിക്കൊമ്പന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ വീട്ടിൽ ഉണ്ടായ ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഭാഗികമായ വീട് തകർന്നിട്ടുണ്ട്. തുടർച്ചയായി ഈ മേഖലയിൽ ഇപ്പോൾ അരിക്കൊമ്പന്റെ ഒരു ആക്രമണം പതിവാകുന്ന കാഴ്ചയാണ് ഉള്ളത്. നേരത്തെ ഈ ചിന്നക്കനാല മേഖലയിലെ റേഷൻ കട പൂർണ്ണമായും തകർത്തിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത ആനയിറങ്കലിലെ റേഷൻ കടയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നത്. ആ റേഷൻ കടയുടെ ഏകദേശം റേഷൻ കടയും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ തുടർച്ച ഏതാണ്ട് മൂന്നോളം തവണയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ആ മേഖലയിൽ അരിക്കൊമ്പന്റെ ശല്യം വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടയിൽ കൂടിയാണ് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ പിടികൂടാനുള്ള നടപടികൾ ഇപ്പോഴും വൈകുകയാണ്. ആനയെ മയക്കുപിടി വെച്ച് പിടിക്കുന്ന റേഡിയോ കോളർ ഘടിപ്പിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു ഉത്തരവ് വരേണ്ടതുണ്ട്. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് വനം വകുപ്പ് സംഘം. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം നടന്നിരിക്കുന്നത്. ഫിജി, ആന്റണി, ഈ അരിക്കൊമ്പൻ മാത്രമാണോ ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്? അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ നേരത്തെ മറ്റ് ആനകൾക്കെതിരെ സ്വീകരിച്ചതുപോലെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇതുവരെ അരിക്കൊമ്പന്റെ കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നാണോ? തീർച്ചയായിട്ടും അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മുറിവാലൻ കൊമ്പൻ, ഇങ്ങനെ 3 കൊമ്പന്മാരാണ് നിലവിൽ ഈ ഇടുക്കി മേഖലയിൽ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇവരെ പിടികൂടാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. നേരത്തെ വയനാട്ടിൽ നിന്നെത്തിയ വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യ സംഘവും ഇടുക്കിയിലെ ദൗത്യ സംഘവും ഒക്കെ ചേർന്ന് ഇവരുടെ ഒരു വിവരശേഖരണമൊക്കെ നടത്തുകയും പിന്നീട് ഇവരെ 2 പേരെ റേഡിയോ കോളർ ഘടിപ്പിക്കാനും ഒരാളെ പിടിച്ചു മാറ്റാനും തീരുമാനിച്ചിരുന്നു. ഈ അരിക്കൊമ്പനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്ന കാര്യമാണ് ആലോചിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ആവശ്യമാണ്. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ അനുമതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ആ അനുമതി ലഭിച്ചാൽ ഉടൻ ഈ നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് വനം വകുപ്പ് സംഘമുള്ളത്. അതിനുശേഷം വയനാട്ടിലേക്ക് മടങ്ങിയ സംഘം തിരിച്ച് ഇടുക്കിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അവര് വന്നതിന് ശേഷം മാത്രമാണ് ഈ നടപടികളിലേക്ക് പോവുകയുള്ളൂ. പക്ഷെ അതിനിടയിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസവും ചക്കക്കൊമ്പൻ മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അത്തരത്തിൽ ഈ കാട്ടാനകളെ കൊണ്ട് പ്രതിസന്ധി ഇടുക്കിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ആനയിറങ്കലിൽ ഈ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ റേഷൻ കട തകർത്തിട്ടുണ്ട്. സമീപത്തുള്ള 2 ലയങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ മൂന്നാർ മേഖലയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. ഒരു കട, പലചരക്ക് കട 2 തവണയോളമാണ് ആ കടയിൽ അത് തകർത്ത് അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ കാട്ടാന ഭക്ഷിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അത്തരത്തിൽ ഇടുക്കിയിൽ പല മേഖലകളിലും ഈ പ്രതിസന്ധി ഉണ്ട്. ഏതായാലും ഈ പ്രശ്നക്കാരായ 3 ആനകളാണ് ചക്കക്കൊമ്പൻ, മുറിവാലൻ കൊമ്പൻ, അതുപോലെ തന്നെ ഈ അരിക്കൊമ്പൻ. ഇവരെ പിടികൂടുന്നതിനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയാണ് ഇപ്പോൾ പ്രധാനമായി വേണ്ടത്. അതിനിപ്പോൾ കാത്തിരിക്കുകയാണ് വനം വകുപ്പ് സംഘം. എന്നാൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇവരെ കുറിച്ചുള്ള പ്രാഥമിക വിവരശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശരി ആന്റണി.